മാറ്റിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മൾ ആദർശാണെങ്കിൽ ആ ഒരു കടുത്ത തീരുമാനം നമ്മൾ നയനടുത്തും ദേവിയുടെ അടുത്തൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ഞാൻ എന്തായാലും ഇവിടുന്ന് വീട് വിട്ട് വേറെ നമ്മളെ ഗസ്റ്റ് ഹൗസിലോട്ടൊക്കെ താമസം മാറാൻ പോകുന്നൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ നമ്മളെ ദേവിയാനിക്കാണെങ്കിൽ ആ ഷോക്കൊക്കെ ആവുന്നുണ്ട്. അപ്പം നമ്മൾ ആദർശ് പറയുന്നുണ്ട് എന്തായാലും എനിക്ക് ഇവിടുന്ന് മാറിയേ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ ഞാൻ ഇവിടെ നിന്ന് ചെയ്യുന്ന ഓരോ കാര്യങ്ങളാണെങ്കിലും നവ്യാണെങ്കിൽ നമ്മളെ ശത്രുക്കൾക്കൊക്കെ ആണെങ്കിൽ ചോർത്തി കൊടുക്കുമെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. എന്തായാലും അവളിപ്പം ജ്വല്ലറിയുടെ മോഡലും കാര്യങ്ങളും അല്ലേ, അപ്പം അവൾക്ക് നമ്മളെയും കാട്ടി കൂടുതൽ കൂറ് അവരുടെ അടുത്താണെന്നൊക്കെ പറയുന്നുണ്ട്. അതുകൊണ്ട് എന്തായാലും എനിക്ക് ഇവിടുന്ന് താമസം മാറിയേ പറ്റത്തുള്ളൂ എന്നൊക്കെ പറയുമ്പം നമ്മൾ നയനയാണെങ്കിലും ദേവേനയാണെങ്കിലും സങ്കടത്തോടെയൊക്കെ ആണെങ്കിൽ ആ ഒരു ആദർശിൻ്റെ വീട് മാറ്റത്തിനൊക്കെ ആണെങ്കിൽ സമ്മതിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ ആദർശ് പറയുന്നുണ്ട് എന്തായാലും ഞാനായിട്ട് ഇപ്പം ഇവിടെ ബിസിനസ്സിൽ നഷ്ടങ്ങളും കാര്യങ്ങളും വരുത്തി എന്നൊക്കെ അല്ലേ പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് എന്തായാലും അതിൻ്റെ സത്യാവസ്ഥകളും കാര്യങ്ങളും മുത്തശ്ശനെ എനിക്ക് ബോധ്യപ്പെടുത്തണം, അതിന് ശേഷമേ ഞാൻ ഇനി ഇങ്ങോട്ട് വരത്തുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മൾ ആദർശാണെങ്കിൽ ഈ ഒരു തീരുമാനം മുത്തശ്ശൻ്റെ അടുത്ത് പറയുന്ന സമയത്താണെങ്കിലും മുത്തശ്ശൻ പറയുന്നുണ്ട് എന്തായാലും നീ തീരുമാനം എടുത്തത് നിൻ്റെ കാര്യം, പക്ഷേ ഞാനെടുത്ത തീരുമാനത്തിൽ നിന്ന് എന്തായാലും ഞാൻ പിന്നോട്ട് ഇല്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പം മുത്തശ്ശൻ പറയുന്നുണ്ട് എന്തായാലും ഇപ്പം കമ്പനിയിൽ നിന്ന് MD സ്ഥാനം നിന്നെ മാറ്റിയിട്ട് അവിടെ ഞാൻ അവന്തിക MD ആക്കാൻ പോകുന്നതൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ മുത്തശ്ശൻ. അപ്പോൾ ഇതുകൊണ്ട് കേൾക്കുന്ന ആദർശനാണെങ്കിൽ ഒട്ടും സഹിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ ആദർശ് ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട് എന്തായാലും മുത്തശ്ശൻ എൻ്റെ അടുത്ത് നിന്നുള്ള വിശ്വാസവും കാര്യങ്ങളും പോയല്ലോ, അപ്പം ഒരു പരിചയവും കാര്യങ്ങളും ഇല്ലാത്ത അവന്തികയാണെങ്കിൽ MD സ്ഥാനത്തിരുത്താൻ വേണ്ടി മുത്തശ്ശൻ തീരുമാനം എടുത്തപ്പം അതൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ ആദർശനാണെങ്കിൽ നല്ല സങ്കടമൊക്കെ ആയിട്ട് ആദർശാണെങ്കിൽ എന്തായാലും അവിടെ നിന്ന് പോകാൻ വേണ്ടി തന്നെ ആദർശ് തീരുമാനിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ആദർശന് നല്ല ഉറപ്പുണ്ടായിരുന്നു. ആദർശന് അന്ന് എന്തോ ഒരു ചതിയിലൂടെയാണ് ആദർശനോട് അന്ന് ആ മീറ്റിങ്ങിന് പങ്കെടുക്കാൻ പറ്റാതെന്നൊക്കെ ഉള്ളൊരു കാര്യത്തിന് ആദർശന് നല്ല ഉറച്ച വിശ്വാസമൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ആദർശ് ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് എലീന എന്ന് പറഞ്ഞിട്ട് അവിടെ പിന്നെ PR ആയിട്ട് വന്ന പെണ്ണിനെ എന്തായാലും ഏഞ്ചലൊരുകാർ ഏർപ്പെടുത്തിയതാണെന്നൊക്കെ ഉള്ളൊരു ഇപ്പോൾ നമ്മൾ ആദർശനുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ആദർശം ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട് എന്തായാലും അവർ ചതിയിലൂടെയാണ് ആ ഡീൽ അവർ സ്വന്തമാക്കിയിരിക്കുന്നത്, അതിൻ്റെ സത്യാവസ്ഥ എന്തായാലും ഇവിടെ മുത്തശ്ശൻ്റെ അടുത്ത് എനിക്ക് ബോധ്യപ്പെടുത്തണമെന്നൊക്കെ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ ആദർശ് പറയുന്നുണ്ട് എന്തായാലും സ്റ്റാലിൻ മാർട്ടിൻ എന്ന കമ്പനിയാണെങ്കിൽ ഇങ്ങനെ ചതിയിലൂടെയാണ് ഇവർ ഡീലൊക്കെ എടുത്തതെന്നൊക്കെ പറയുന്ന സമയത്ത് അവരെന്തായാലും ചിലപ്പോൾ അത് പിൻവലിക്കാനൊക്കെ ചാൻസ് ഉണ്ടെന്നൊക്കെ ഉള്ളൊരു ഉറച്ച വിശ്വാസം നമ്മൾ ആദർശനുണ്ട്. ചിലപ്പോൾ അവർ പുതിയ ഡീലൊക്കെ അവർ സൈൻ ചെയ്യാനൊക്കെ അവർ ചിലപ്പം മുന്നോട്ട് വരുമെന്നൊക്കെ ഉള്ളൊരു വിശ്വാസമൊക്കെ ആദർശനുണ്ട്. അങ്ങനെ ആദർശാണെങ്കിൽ നമ്മൾ നന്ദുവിനെ വിളിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നന്ദുവിനെ വിളിച്ചിട്ടാണെങ്കിൽ ആദർശ് പറയുന്നുണ്ട് നന്ദുവിനെ എനിക്ക് എന്തായാലും പുറത്ത് വെച്ചൊന്ന് കാണണം, എന്തായാലും നമ്മൾ ഈ മീറ്റിംഗ് ആരും അറിയേണ്ട രഹസ്യമായിരിക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോഴത്തേക്ക് നന്ദു പറയുന്നുണ്ട് ശരി ആദർശമായിട്ട് എന്തായാലും നമുക്ക് പുറത്ത് വെച്ച് കാണാമെന്നൊക്കെ പറഞ്ഞിട്ടാണെങ്കിൽ നമ്മൾ ആദർശം നന്ദുവും കൂടെ ഒരു ബീച്ചിൻ്റെ സൈഡിലൊക്കെ വെച്ച് കാണുന്നുണ്ട്. ആ സമയത്ത് നന്ദു പറയുന്നുണ്ട് എന്താ ആദർശമായിട്ട്, ആദർശനാണെങ്കിൽ അവിടെ നിന്ന് ഇറങ്ങിയെന്നൊക്കെ പറഞ്ഞൊരു വാർത്ത ഭയങ്കര ഷോക്കിംഗ് ആണല്ലോ, നാനേച്ചിക്കാണെങ്കിലും ഭയങ്കര സങ്കടവും കാര്യങ്ങളൊക്കെ ആയിട്ട് നാനേച്ചി കരച്ചിലൊക്കെ ആണല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. പിന്നെ അതുമല്ല മൂർത്തി മുത്തശ്ശനാണെങ്കിൽ ആദർശേട്ടനെ MD സ്ഥാനത്ത് നിന്ന് മാറ്റിയിട്ട് അവിടെ അവന്തികയെ പിന്നെ MD സ്ഥാനത്തോട്ട് ആക്കാൻ പോകുന്നതൊക്കെ ഇങ്ങനെ അറിഞ്ഞല്ലോ ആദർശേട്ടാ, എന്താ ഇതൊക്കെയെന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അങ്ങനെ ആദർശാണെങ്കിൽ പറയുന്നുണ്ട് എനിക്കും നാനയുടെ കാര്യം ഓർക്കുമ്പോൾ വിഷമവും കാര്യങ്ങളും ഉണ്ട് നന്ദു, എന്തായാലും ഈ ഒരു സിറ്റുവേഷനിൽ അവളെ ഒറ്റയ്ക്ക് അവിടെ ആക്കിയിട്ട് വന്നാലും എനിക്ക് നല്ല സങ്കടമുണ്ട്, പക്ഷേ എന്തായാലും എനിക്ക് ഇപ്പം അവിടെ നിന്ന് ഇറങ്ങിയേ പറ്റത്തുള്ളൂ എന്നൊക്കെ ഇങ്ങനെ ആദർശ് പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ആദർശ് പറയുന്നുണ്ട് ഞാനിത് മാത്രമല്ല നിൻ്റെ അടുത്ത് വേറെ കാര്യം സീരിയസ് ആയിട്ട് പറയാൻ വേണ്ടിയാണ് ഞാൻ നിന്നെ കാണണമെന്നൊക്കെ പറഞ്ഞതെന്നൊക്കെ പറയും. ആദർശാണെങ്കിൽ നന്ദുവിൻ്റെ അടുത്ത് പറയുന്നുണ്ട് നന്ദു നിനക്കറിയാമല്ലോ ഞാൻ ഇവിടെ നിന്ന് മുംബൈയിൽ എത്തുന്നതിന് മുമ്പേ അവിടെ എനിക്കുള്ള എല്ലാ കാര്യങ്ങളും മുത്തശ്ശനാണെങ്കിൽ അവിടെ ഏർപ്പാട് ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കാണെങ്കിൽ അവിടെ ഒരു ചതിയിലാണ് എനിക്ക് മീറ്റിങ്ങിന് അറ്റൻഡ് ചെയ്യാൻ പറ്റാഞ്ഞെന്നൊക്കെ പറയുന്ന സമയത്താണെങ്കിൽ നന്ദു ചോദിക്കുന്നത് എന്ത് ചതിയെ ആദർശേട്ടാ പറയുന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് ആദർശ് പറയുന്നുണ്ട് അവിടെ ചെല്ലുന്ന സമയത്താണെങ്കിൽ ക്രീന എന്ന് പറഞ്ഞൊരു പെണ്ണ് നമ്മളെ സ്റ്റാലിൻ മാർട്ടിൻ കമ്പനിയുടെ PR എന്നും പറഞ്ഞിട്ടാണ് എന്നെ വന്ന് പരിചയപ്പെട്ടതും എന്നെ അവിടെ സ്വീകരിച്ചൊക്കെ അവിടെ കൊണ്ടുപോയതൊക്കെ ആ പെണ്ണാണ് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവരാണെങ്കിൽ അവർ അമേരിക്കൻ കമ്പനിയിൽ ജോലിയൊക്കെ ആയിരുന്നു, അവിടെയാണ് അവൾ ജോലി ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ പ്രൊമോഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇപ്പോൾ നാട്ടിൽ ഇപ്പോൾ മുംബൈയിൽ ബ്രാഞ്ചിൽ വന്ന് ജോയിൻ ആയെന്നൊക്കെയാണ് എൻ്റെ അടുത്ത് പറഞ്ഞതെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കാണെങ്കിൽ ഞാൻ പിന്നെ പിന്നെ ഡീല് കിട്ടാതിരുന്ന സമയത്താണെങ്കിൽ ഞാൻ സ്റ്റാലിൻ മാർട്ടിൻ കമ്പനിയായിട്ട് കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് അവർ പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഗ്രീന എന്ന് പറയുന്ന ഒരു PRO അവർക്കില്ല, പിന്നെ അതുപോലെ തന്നെ അവർക്ക് മുംബൈയിലാണെങ്കിൽ അവർക്കൊരു കമ്പനിയും ഇല്ല എന്നൊക്കെയാണ് അവർ പറഞ്ഞതെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം അങ്ങനെയാണെങ്കിൽ പിന്നെ എന്നെ അടുത്ത് വന്ന് പരിചയപ്പെട്ടതൊക്കെ ആരാണെന്നൊക്കെ ഇങ്ങനെ ഒരു സംശയത്തോടെ നമ്മൾ ആദർശാണെങ്കിൽ നമ്മൾ നന്ദുവിൻ്റെ അടുത്തൊക്കെ പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട് നന്ദു ഞാനാണെങ്കിൽ മീറ്റിങ്ങിന് പോകാൻ വേണ്ടിയൊക്കെ രാവിലെ 6 മണിക്ക് എഴുന്നേക്കാൻ വേണ്ടി അലാറമൊക്കെ വെച്ചിട്ടാണ് ഞാൻ കിടന്നതെന്നൊക്കെ പറയുന്നുണ്ട്.
6 മണിക്ക് ഞാൻ എഴുന്നേൽക്കേണ്ട ഞാനാണെങ്കിൽ അന്നത്തെ ദിവസം ഞാൻ എണീറ്റത് 11 മണിക്കായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് ഇവളാണെങ്കിൽ എനിക്ക് തലേ ദിവസം എനിക്കൊരു ജ്യൂസൊക്കെ കൊണ്ട് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് എന്തോ ഒരു മയക്കുമരുന്ന് കാര്യങ്ങളൊക്കെ അതിൽ കലർത്തിയിട്ടുണ്ടെന്നുള്ള കാര്യം എനിക്ക് ഉറപ്പാണെന്നൊക്കെ ആദർശാണെങ്കിൽ പറയുന്നുണ്ട്. എൻ്റെ ജീവിതത്തിൽ ഇതുപോലെ ഒരു 11 മണിക്കൊന്നും ഞാൻ ഉറക്കം എഴുന്നേറ്റിട്ടൊന്നുമില്ല. എത്ര സുഖമില്ലാതെ കിടന്നാലും രാവിലെ തന്നെ ഞാൻ ഉറക്കം എഴുന്നേൽക്കുന്നത്. അപ്പോൾ അന്നത്തെ ദിവസം എനിക്ക് ആ ഒരു 11 മണിക്കൊക്കെ ഞാൻ എഴുന്നേൽക്കണമെങ്കിൽ അത്രയ്ക്കും ആ ഒരു ജ്യൂസിൽ എന്തെങ്കിലും കലർത്തി തന്നിട്ടുണ്ടായിരിക്കുമല്ലോ എന്നൊക്കെ നമ്മൾ ആദർശ് പറയുന്നുണ്ട് നന്ദുവിൻ്റെ അടുത്ത്. ഇതൊക്കെ കേൾക്കുന്നത് നമ്മൾ നന്ദു ആണെങ്കിൽ ആകെ ഷോക്കായിട്ട് പറയുന്നുണ്ട്, എന്താ ആദർശമായിട്ട് ഇതൊക്കെ സിനിമയിലല്ലേ നമ്മൾ കണ്ടിട്ടുള്ളൂ, ഇങ്ങനെയൊക്കെ നമ്മൾ ജീവിതത്തിലൊക്കെ ഇങ്ങനെയൊന്നും നമ്മൾ കണ്ടിട്ടില്ലല്ലോ എന്നൊക്കെ പറയുന്ന സമയത്താണെങ്കിൽ ആദർശ് പറയുന്നുണ്ട്, ആ സിനിമയൊക്കെ കണ്ടിട്ടാണല്ലോ ഇപ്പോൾ ആൾക്കാരൊക്കെ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. എന്നിട്ട് ആദർശ് പറയുന്നുണ്ട്, എന്തായാലും ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ആ ഡീൽ എനിക്ക് തന്നെ കിട്ടുമെന്നുള്ള കാര്യം ജ്വല്ലറിക്കാർക്ക് അറിയായിരുന്നു, അതുകൊണ്ട് അവർ മനഃപൂർവ്വം അവളെ ഇറക്കി കളിച്ചതാണെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് ആദർശ് പറയുന്നുണ്ട്, ഞാൻ CCTVയിൽ ദൃശ്യമൊക്കെ ചെക്ക് ചെയ്ത സമയത്താണെങ്കിൽ അവളാണെങ്കിൽ കിച്ചണിൽ നിന്നാണ് അവൾ ആ ജ്യൂസിനകത്ത് പൊടിയൊക്കെ കലർത്തി കൊണ്ടുവന്നതെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അത്രയ്ക്കും ആ ഹോട്ടലുമായിട്ട് ജ്വല്ലറിക്കാർക്ക് അടുപ്പമുണ്ടല്ലോ, അതുകൊണ്ടാണല്ലോ അവൾക്ക് അത്രയ്ക്കും അടുക്കളയിൽ വരെ പുറത്തുനിന്ന് വന്നിട്ട് അടുക്കളയിൽ കയറി വരെ അവൾക്ക് ആ ജ്യൂസിനകത്ത് മയക്കുമരുന്ന് കലർത്തി എനിക്ക് കൊണ്ടുതരാൻ അവൾക്ക് കഴിഞ്ഞെന്നൊക്കെ പറയുന്നുണ്ട്. നമ്മൾ ആദർശാണെങ്കിൽ നന്ദുവിൻ്റെ അടുത്ത് പറയുന്നുണ്ട്, എന്തായാലും ഇത് നമ്മൾ ഒരു പ്രതിയെ പിടിക്കുന്ന വരെ ഈ കേസ് അന്വേഷിക്കുന്നത് ആരും അറിയരുതെന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ നമ്മൾ നന്ദു ആണെങ്കിൽ ആദർശിന് ഉറപ്പൊക്കെ കൊടുക്കുന്നുണ്ട്, ഇല്ല ആദർശേട്ടാ ഞാൻ ആർക്കും പറയത്തില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ നന്ദു പറയുന്നുണ്ട്, ആദർശേട്ടൻ ടെൻഷൻ ആവേണ്ട, എന്തായാലും മുംബൈയിലെ ACP ആണെങ്കിൽ എൻ്റെ ഒരു അടുത്ത ഫ്രണ്ടാണ്, എന്തായാലും ഞാൻ അവരുമായിട്ട് കോൺടാക്റ്റ് ചെയ്തിട്ട് ഞാൻ ആദർശേട്ടന് വിവരം പറയാമെന്നൊക്കെ പറയുന്ന സമയത്താണെങ്കിൽ ആദർശ് ശരിയെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ നന്ദു ആണെങ്കിൽ തിരിച്ച് ഓഫീസിലൊക്കെ പോയിട്ടാണെങ്കിൽ അവിടെ മുംബൈയിലെ ഫ്രണ്ടുമായിട്ടൊക്കെ കോൺടാക്ട് ചെയ്യുന്ന സമയത്താണെങ്കിൽ അവർ നമ്മളെ നന്ദുവിന് ഉറപ്പ് കൊടുക്കുന്നുണ്ട്, എന്തായാലും ടെൻഷനും കാര്യങ്ങളൊന്നും ആവണ്ട, ഞാൻ എന്തായാലും ഇവിടുന്ന് 2 പോലീസുകാരെ വിട്ടിട്ട് ഞാൻ അവിടെ അന്വേഷിക്കാമെന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ACP ആണെങ്കിൽ നന്ദുവിൻ്റെ അടുത്ത് പറയുന്നുണ്ട്, എന്തായാലും ഞാനും ഇതണക്ക് ന്യൂസൊക്കെ കണ്ട് നന്ദു, എന്തായാലും നമ്മളെ മൂർത്തീസ് ജ്വല്ലറിയുടെ ഷെയറൊക്കെ ഇടിയുന്നതൊക്കെ ആയിട്ടൊക്കെ ഞാനും കണ്ടിട്ടുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും ഇതങ്ങനെ ഒരു ചതിയിലൂടെയാണ് അവർക്ക് സംഭവിച്ചെങ്കിൽ എന്തായാലും നമ്മൾ കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്തിട്ട് എന്താ ഇതിൻ്റെ സത്യാവസ്ഥയെന്ന് എന്തായാലും നമുക്കിത് പുറത്ത് കൊണ്ടുവരണമെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ പിന്നെ നമ്മൾ ACP ആണെങ്കിലും നന്ദു ആണെങ്കിലും കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഫോണൊക്കെ വെക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ ACP ആണെങ്കിൽ 2 പോലീസുകാരെയൊക്കെ ആദർശ് താമസിച്ച ഹോട്ടലിലോട്ടൊക്കെ പറഞ്ഞു വിടുന്നുണ്ട്. പോലീസുകാർ അവിടെ ചെന്നിട്ടാണെങ്കിൽ ഈ CCTVയുടെ ദൃശ്യത്തിൻ്റെ ഇതൊക്കെ ഫോട്ടേജൊക്കെ ചോദിക്കുന്ന സമയത്താണെങ്കിൽ ആദ്യം ഹോട്ടലുകാർ കൊടുക്കുന്നില്ല കേട്ടോ. പിന്നാണെങ്കിൽ അവർ മഫ്റ്റിയിലൊക്കെയാണ് അവർ പോയത്. പിന്നാണെങ്കിൽ അവർ പോലീസാണെന്നൊക്കെ അറിഞ്ഞതിന് ശേഷമാണെങ്കിൽ അവർ ഈ ഫോട്ടേജും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. അങ്ങനെ അവരും CCTV ദൃശ്യം പരിശോധിക്കുന്ന സമയത്താണെങ്കിലും നമ്മൾ ആദർശ് പറഞ്ഞ കണക്കൊക്കെ തന്നെ ഈ ഗ്രീന എന്ന് പറഞ്ഞ പെണ്ണാണ് ആദർശിനെ സ്വീകരിക്കുകയും പിന്നെ അതുപോലെ തന്നെ അവിടെ വെയിറ്റർ ജ്യൂസൊക്കെ കൊണ്ടുവന്ന സമയത്ത് അവരെ നിന്ന് ജ്യൂസൊക്കെ മേടിച്ചിട്ടൊക്കെ ഈ പൊടിയൊക്കെ കലർത്തുന്നതൊക്കെ ദൃശ്യങ്ങളൊക്കെ അവരൊക്കെ കാണുന്നുണ്ട്. അങ്ങനെ ഈ ഫോട്ടോസും കാര്യങ്ങളൊക്കെ ആണെങ്കിലും നമ്മളെ ACP ആണെങ്കിൽ നമ്മളെ നന്ദുവിനാണെങ്കിൽ സെൻഡ് ചെയ്തൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പം ഇത് കാണുന്ന നന്ദുവിനും മനസ്സിലായിട്ടുണ്ട്, ആദർശേട്ടൻ പറഞ്ഞ എല്ലാ കാര്യങ്ങളും സത്യമാണെന്നൊക്കെ ഉള്ള കാര്യം നമ്മളെ നന്ദുവിനും ഒക്കെ മനസ്സിലാവുന്നുണ്ട്. നമ്മൾ നന്ദു ആണെങ്കിൽ ഈ ഫോട്ടോസും കാര്യങ്ങളൊക്കെ കണ്ടിട്ടാണെങ്കിൽ ഇതിനെക്കുറിച്ച് അന്വേഷിച്ചിട്ടാണെങ്കിൽ നമ്മളെ ഗ്രീനയെ അറസ്റ്റ് ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ട്. ആ സമയത്താണെങ്കിൽ നമ്മൾ നന്ദു ചോദ്യം ചെയ്യുന്ന ടൈമിലാണെങ്കിൽ അവർ പറയുന്നുണ്ട്, എന്നെ ജ്വല്ലറിയിൽ പിന്നെ ഡേവിഡാണ് എന്നെ ഈ ഒരു ദൗത്യം ഏർപ്പെടുത്തിയത്, ആദർശ് എന്തായാലും മീറ്റിങ്ങിന് പോകാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവർ എന്നെ ഏർപ്പെടുത്തിയത്, അതിനുള്ള പിന്നെ പ്രതിഫലമായിട്ട് എനിക്ക് 5 ലക്ഷം രൂപയൊക്കെ തന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇത് കേൾക്കുന്ന സമയത്താണെങ്കിൽ നമ്മൾ നന്ദു ആണെങ്കിൽ ആകെ ഷോക്കാവുന്നുണ്ട്. അപ്പം ഒരു കാര്യം ചെയ്തതിന് 5 ലക്ഷമൊക്കെ കൊടുത്തെന്ന് പറയുന്ന സമയത്താണെങ്കിൽ അപ്പം ജ്വല്ലറി ആണെങ്കിൽ അവർക്ക് എന്ത് കാര്യം നേടണമെങ്കിലും അവർ ഏതറ്റം വരെ പോകുന്നുള്ള ഒരു കാര്യമൊക്കെ നമ്മളെ നന്ദുവിന് മനസ്സിലാവുന്നുണ്ട്. നന്ദു ആണെങ്കിൽ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട്, അപ്പം മൂർത്തീസ് ജ്വല്ലറിയെ തകർക്കാൻ വേണ്ടി ജ്വല്ലറി ആണെങ്കിൽ എന്ത് കളികൾ വേണമെങ്കിലും എത്ര രൂപ വേണമെങ്കിലും അവർ ഇറക്കുമെന്നൊക്കെയുള്ള കാര്യം നമ്മളെ നന്ദുവിന് മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ നന്ദു ചിന്തിക്കുന്നുണ്ട്, എന്തായാലും അപ്പോൾ ഇതൊരു ബിസിനസ് പരമായിട്ടുള്ളൊരു ശത്രുതയും കാര്യങ്ങളും ഒന്നും അല്ല എന്നൊക്കെ ഉള്ളൊരു കാര്യം നമ്മൾ നന്ദുവിന് മനസ്സിലാവുന്നതാണ്. അങ്ങനെ നന്ദു ആണെങ്കിൽ ഈ കാര്യങ്ങളെല്ലാം ആദർശിനെ വിളിച്ച് പറയുകയും വയ്ക്കുകയൊക്കെ ചെയ്തിട്ട് ഈ ഫോട്ടോസും എല്ലാം ആദർശിന് നന്ദു ആണെങ്കിൽ അയച്ചു കൊടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ പിന്നെ വീണ്ടും നന്ദുവും ആദർശമൊക്കെ കാണാൻ വേണ്ടിയൊക്കെ തീരുമാനിക്കുന്നുണ്ട്. നമ്മൾ നന്ദുവും ആദർശമൊക്കെ കണ്ടതിന് ശേഷമാണെങ്കിൽ അവർ നമ്മളെ ഗ്രീന വഴിയാണെങ്കിൽ അവർ നമ്മളെ ഡേവിഡിനെയൊക്കെ അറസ്റ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഡേവിഡ് വഴിയാണെങ്കിൽ പറയുന്നുണ്ട്, ഇതുപോലെ ഞാനല്ല ഇതിൻ്റെ കമ്പനിയുടെ ഓണർ, ഞാനിവിടുത്തെ വെറും MD മാത്രമാണ്, ഇത് നാഗേന്ദ്രൻ എന്ന് പറഞ്ഞ സാറാണ് ഇതിൻ്റെ ഓണർ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം ഈ കാര്യങ്ങളൊക്കെ നന്ദു ആണെങ്കിൽ നമ്മൾ ആദർശിനെ അറിയിക്കുന്നുണ്ട് കേട്ടോ. ആ സമയത്താണെങ്കിൽ നമ്മൾ ആദർശിന് മനസ്സിലാവുന്നുണ്ട്, നാഗേന്ദ്രൻ എന്ന് പറയുന്നത് നമ്മളെ ജലജ ആൻറ്റിയുടെ ഭർത്താവാണെന്നും അപ്പം ജ്വല്ലറിയുടെ ഓണർ ജലജ ആൻറ്റിയുടെ ഭർത്താവെന്നൊക്കെ
ഉള്ള കാര്യമൊക്കെ നമ്മൾ ആ ഒരു സത്യാവസ്ഥയും കാര്യങ്ങളൊക്കെ നമ്മൾ ആദർശ് മനസ്സിലാക്കുന്നുണ്ട്. നന്ദു ആണെങ്കിൽ നാഗേന്ദ്രനെ അറസ്റ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ചതിയിലൂടെയാണ് ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ അവർ ചെയ്തെന്നൊക്കെ അറിഞ്ഞിട്ടുള്ള ആ ഒരു ഇതിൽ നമ്മൾ നന്ദു ആണെങ്കിലും നാഗേന്ദ്രനെ അറസ്റ്റ് ചെയ്യുകയും വയ്ക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ നമ്മൾ മുത്തശ്ശനാണെങ്കിൽ എല്ലാ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഫോട്ടോസും കാണിച്ചു കൊടുത്തിട്ട് എല്ലാ കാര്യങ്ങളൊക്കെ നമ്മൾ നന്ദു പറഞ്ഞൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ മുത്തശ്ശനാണെങ്കിൽ. അങ്ങനെ മുത്തശ്ശനാണെങ്കിലും ആദർശാണെങ്കിലും തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്നുള്ള കാര്യമൊക്കെ നമ്മൾ മുത്തശ്ശന് മനസ്സിലാവുന്നുണ്ട്. അതിനൊക്കെ ജലജയുടെ ഭർത്താവാണ് ഒളിഞ്ഞിരുന്ന് ഇവർ ഇത്രയും ദ്രോഹിച്ചെന്നൊക്കെ ഉള്ള കാര്യങ്ങൾ നമ്മളെ മുത്തശ്ശനാണെങ്കിലും ബാക്കി എല്ലാവർക്കൊക്കെ ആണെങ്കിലും മനസ്സിലാവും. ഇതുപോലുള്ള നല്ല അടിപൊളി എപ്പിസോഡുകളൊക്കെയാണ് നമ്മൾ പത്തരംമാറ്റിലൊക്കെ വരാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്തൊന്ന് ഹൈപ്പ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ.